ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലെ റേഷൻ കടകളിൽ റേഷൻ വിതരണത്തിൽ ക്രമക്കേടെന്ന് പരാതി. കരാറുകാരർ ഒത്തുകളിക്കുന്നുവെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. ക്രമക്കേടിൽ പ്രതിഷേധിച്ച മാള കൊമ്പടിഞ്ഞാക്കലിലുള്ള കരാറുകാരന്റെ ഗോഡൌണിന് മുന്നിൽ MLA പ്രതിഷേധിക്കുകയാണ്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, റേഷൻ വിതരണത്തിൽ അട്ടിമറിയെന്ന് ആരോപിച്ച ഒരു ജനപ്രതിനിധി, ഒരു MLA അവിടെ ഒരു ഗോഡൌണിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം, ഇതിന് സ്വാഭാവികമായും വ്യക്തിപരമായി ഉത്തമ ബോധ്യം ഉണ്ടാകണമല്ലോ ക്രമക്കേട് ഉണ്ടാകുന്നു എന്നത്. മാധു, തീർച്ചയായും ഇപ്പോൾ ഭരണകക്ഷി MLA, അതായത് കോൺഗ്രസിന്റെ MLA തന്നെയാണ് സിവിൽ സപ്ലൈസിലെ ക്രമക്കേടുകൾ, റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മാളയിലുള്ള ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലെ റേഷൻ കടകളിലേക്ക് റേഷൻ വിതരണം ചെയ്യുന്ന ഗോഡൌണിലാണ് ഇപ്പോൾ ഉപരോധ സമരവുമായി സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളുകളായി നിരവധി പരാതികളുണ്ടായിരുന്നു. റേഷൻ കടകളിലേക്ക് റേഷൻ എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ പരാതികളുണ്ടായിരുന്നു. ഈ പരാതികൾ നിരന്തരമായി ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം യാതൊരു നടപടികളും ഉണ്ടാകാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ സമരവുമായി രംഗത്ത് വരുന്നത്. ഇത് ഇന്നും നിലം തുടങ്ങിയതല്ല, 5 വർഷക്കാലമായിട്ട് നടക്കുന്ന വലിയ അഴിമതിയാണ്. അവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. മില്ലിൽ നിന്ന് തന്നെ അരി മറിച്ചു വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് ഈ കരാറുകാരൻ ഈ ഉത്സവ സീസണിൽ പോലും അരി റേഷൻ കടയിലേക്ക് എത്താത്തത്. ജനങ്ങൾക്ക് അരി കിട്ടാണ്ടിരിക്കുമ്പോൾ സർക്കാർ ഈ കരാറുകാരൻ എത്ര കാലമായി ഇവിടെ ഈ കരാറുകാരൻ വർഷങ്ങളായി, 5-6 വർഷക്കാലമായി ബിനാമി പേരിലാണ് കരാറെടുത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് ഉദ്യോഗസ്ഥന്മാർ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ അയാൾക്ക് അനുകൂലമായ രീതിയിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മില്ലിൽ നിന്ന് തന്നെ അരി മറിച്ചു വിൽക്കുകയാണ്. ഭരണകക്ഷി MLAക്ക് അതിന് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട്. ആ സർക്കാരിന് വേണ്ടിയിട്ടാണ്. ഈ സർക്കാർ UDF സർക്കാരിന് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് കരാറുകാരൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവന്നത്. സർക്കാർ നടപടി സ്വീകരിക്കണം. നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിവിൽ സപ്ലൈസ് മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു. സിവിൽ സപ്ലൈസ് മന്ത്രി കഴിഞ്ഞ മാസം തന്നെ കർശനമായ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ കരാറുകാരനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അവരിതിന് പങ്കുപറ്റുന്ന ആളുകളാണ്. ഉദ്യോഗസ്ഥർ മാത്രം തീരുമാനിച്ചാൽ ഇക്കാര്യം നടക്കുമോ MLA? അല്ല, അതിന് മാറ്റം വരണം. ആ 5 വർഷം നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തുറന്നുകൊണ്ട് പോകാൻ അനുവദിക്കില്ല. ഇത് വിഷയത്തിൽ ഈ വിഷയം ഗൗരവതരമായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് DDC മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന അഴിമതി അന്വേഷിക്കാൻ ജില്ലാ കളക്ടറുടെ റേഷൻ കടകളിൽ ക്രമക്കേടാണ് എന്നത് ആരോപിച്ചുകൊണ്ടാണ്, മില്ലുകളിൽ നിന്ന് തന്നെ അരി മറിച്ചു വിൽക്കുന്നു ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭരണപക്ഷ MLA അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഇത് സർക്കാരിന് വേണ്ടിയാണ്, സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകുന്നു, അതിനെതിരെയാണ് ഇപ്പോൾ സമരം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.